ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവനീത് ബൈജു. 2026-ലും നിങ്ങളുടെ ട്രെയിനർ നിങ്ങളോട് വന്നിട്ട് സ്ക്വാട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ലെഗ് ഷോൾഡർ വിഡ്ത്ത് ക്രോസ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ നീ ടോയുടെ മുന്നേ വരാൻ പാടില്ല, നിങ്ങളുടെ ടോ എപ്പോഴും ഫ്രണ്ടിലോട്ട് പോയിൻറ്റഡ് ആയിരിക്കണം എന്നൊക്കെ ഉള്ള ടെക്സ്റ്റ് ബുക്ക് റൂൾസ് വെച്ചിട്ടാണ് സ്ക്വാട്ട് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ട്രെയിനറോട് നല്ലൊരു ബയോമെക്കാനിക്സ് വീഡിയോ കണ്ടിട്ട് സ്ക്വാട്ട് ചെയ്യിപ്പിക്കാൻ പറയുക. ഈ വീഡിയോ ഒന്ന് നോക്കിയാൽ അത്യാവശ്യം ഫീമർ ലെങ്ത് ഉള്ള ഒരാൾ കാല് ഷോൾഡർ വിഡ്ത്തിലിരുന്നിട്ട് സ്ക്വാട്ട് ചെയ്യാൻ നേരത്ത് അയാളുടെ ബോഡി ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യുന്നതായിട്ട് കാണാം. എന്നാൽ ഇതൊന്ന് അപ്രൈറ്റ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാലോ ടോ അങ്ങോട്ട് പൊങ്ങിപ്പോവും, ബാക്കിലോട്ട് പോവും, ബാലൻസ് പോവും. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റാൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്കിതിനുള്ള ആകെ സൊല്യൂഷൻ. അതിനായിട്ട് നമ്മുടെ കാലകത്തിയും അടുപ്പിച്ചും ടോ ഫ്രണ്ടിലോട്ടും സൈഡിലോട്ടും ഒക്കെ പോയിൻറ്റഡ് ആയിട്ട് പല രീതിയിൽ നമുക്ക് ട്രൈ ചെയ്തിട്ട് ഏതിനാണോ ഏറ്റവും കൂടുതൽ ബാലൻസ് ഓഫർ ചെയ്യാൻ പറ്റുന്നത് ആ പൊസിഷൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിക്ക് ലോഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്ക്വാട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ആൾക്കാർ പറയുന്നത് കേൾക്കാതെ നിങ്ങളുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ഡിസ്കവർ ചെയ്ത് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സിന് നല്ലൊരു ലോഡ് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചറി ഇല്ലാതെ സന്തോഷത്തോടെ ജിമ്മിൽ പോകും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു വിയോജിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ്. കാരണം അങ്ങനെ നമുക്ക് സംവാദങ്ങൾ ഉണ്ടാക്കി ഈ ഒരു ഫിറ്റ്നസ് കൾച്ചർ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.